നമസ്കാരം, ന്യൂസ് 11:30 സ്വാഗതം. പെരുമ്പിലാവ് കടവല്ലൂർ പാറപ്പുറത്ത് ഗ്യാസ് സിലിണ്ടറുകൾ കയറ്റിവന്ന മിനി പിക്കപ്പ് ലോറി നിയന്ത്രണം വിട്ട് വീട്ടുമതിലിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കണ്ടൻകാവ് വിളയൂർ സ്വദേശികളായ വൈലത്തൊടി വീട്ടിൽ ഹൈദരലി, അബ്ദുൾ റഷീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 അപകടം. കടവല്ലൂർ ഭാഗത്തു നിന്നും അയ്നൂരിലേക്ക് വരികയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ വീട്ടുമതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ വീട്ടുമതിൽ പൂർണ്ണമായും തകർന്നു. വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. സിലിണ്ടറുകളിൽ നിന്നും ഗ്യാസ് ചോർന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഉടൻ തന്നെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിൽ വീണ ഗ്യാസ് സിലിണ്ടറുകൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് മറ്റൊരു ലോറിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം മലങ്കര ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് ഐബീസ് ഫൗണ്ടേഷൻ നൽകിയ ഡയാലിസിസ് മെഷീന്റെ ഉദ്ഘാടനം നടന്നു. ഐബീസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ശ്യാമള ദേവി ഉദ്ഘാടനം നിർവഹിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി കെ.പി. സാക്സൺ അധ്യക്ഷത വഹിച്ചു. ഐബീസ് ഫൗണ്ടേഷൻ സിഇഒ ദീപക് മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ മോൻസി പി. എബ്രഹാം, ഐബീസ് ഫൗണ്ടേഷൻ പ്രതിനിധി പ്രിയ, JCI സോണൽ പ്രസിഡന്റ് റഫീഖ്, ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാബു മാത്യു, അഡ്മിനിസ്ട്രേറ്റർ ഡിക്സൺ CS തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രിയിലെ ഡോക്ടർമാർ, ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ പങ്കെടുത്തു. AD 52 വിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പുതുതായി നിർമ്മിക്കുന്ന മണിമാളിക കല്ലിടൽ കർമ്മം നടത്തി. വെള്ളിയാഴ്ച വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഫാദർ അജിൻ ചാക്കോയും നിരവധി വിശ്വാസികളും സന്നിഹിതരായിരുന്നു. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ജോസഫ് ജോർജ്, ട്രസ്റ്റി റെജി CI, സെക്രട്ടറി ബെന്നി KS എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വോട്ട് ചെയ്ത് വീട്ടിൽ മടങ്ങിയെത്തിയ ഗൃഹനാഥൻ കുഴഞ്ഞു വീണു മരിച്ചു. ഗുരുവായൂർ തിരുവേങ്കിടം മുരളീരവത്തിൽ ചങ്കത്ത് ശിവദാസ മേനോനാണ് മരിച്ചത്. 82 വയസ്സാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് തിരുവേങ്കിടം LP സ്കൂളിലെ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോയത്. മടങ്ങിയെത്തി 1 മണിക്കൂർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ശേഷം ശുചിമുറിയിലേക്ക് പോകുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുകയായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഗുരുവായൂർ പുത്തമ്പള്ളി പാട്ടത്തിൽ പറമ്പ് മുള്ളക്കര ആനി നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം 11:30 കോട്ടപ്പടി സെന്റ് ലാസസ് പള്ളി സെമിത്തേരിയിൽ. ആന്റണി ഭർത്താവാണ്. ലിജോ, ലിൻഡോ എന്നിവർ മക്കളാണ്. പാറേമ്പാടം അയ്യംപറമ്പ് മണ്ടുമ്പാൽ കൊച്ചുവർക്കി മകൻ ആന്റണി നിര്യാതനായി 57 വയസ്സായിരുന്നു. സംസ്കാരം പാറേമ്പാടം സെന്റ് ആന്റണീസ് പള്ളിയിൽ നടത്തി. ബിന്ദു ഭാര്യയും ബിജോ, ബിജിന എന്നിവർ മക്കളുമാണ്. കുന്നംകുളം കിഴക്കേങ്ങാടിക്ക് പുറകിൽ കാക്കശ്ശേരി വീട്ടിൽ KV സൈമൺ ഭാര്യ PD സാറ നിര്യാതയായി 96 വയസ്സായിരുന്നു. കേരളശ്ശേരി ഹൈസ്കൂളിലെ റിട്ടയർഡ് ടീച്ചറാണ് പരേത. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 ആർത്താട് സെന്റ് മേരീസ് സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടക്കും. സിൽവി, മേരി, ശോഭ എന്നിവർ മക്കളാണ്. വയലത്തൂർ പരേതനായ വാഴപ്പിള്ളി ജേക്കബ് മകൻ ജോഷി ജേക്കബ് നിര്യാതനായി 51 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5:30 വയലത്തൂർ സെന്റ് സിറിയക് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ജോയ് ബി ജോഷി ഭാര്യയും ആൻലി, ആൽവിൻ എന്നിവർ മക്കളുമാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.